സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നേക്കണത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഷീറ്റ് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഇത് ഇവന്മാർ പണിയണ സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്താണ് ഇവന്മാർ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഷീറ്റ് കൊണ്ടുപോയി ഇവന്മാരുടെ റൂമിൽ വെക്കാനാണ് പോണത്. ഇതൊരു കാട്ടിൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്ത് ഇതവിടെ വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട്. ഈ വാട്ടർ ടാങ്കിൽ എങ്ങനെയാണ് വെള്ളം വരണതെന്ന് ചോദിച്ചാൽ മലയിൽ നിന്ന് ഇവന്മാർ പൈപ്പ് ഇട്ടിട്ടാണ് വെള്ളം വരുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ നിലത്ത് കിടക്കുന്ന പൈപ്പ് നിങ്ങൾ കണ്ടോ, ഈ ഒരു പൈപ്പിൽ നിന്നിട്ടാണ് ഇവർ വെള്ളം ഇതിനകത്തേക്ക് എത്തിക്കുക. ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടുന്നുണ്ട്, എങ്ങനെയാണ് ഈ ചെറിയൊരു പൈപ്പിൽ നിന്ന് അത്രയും വലിയ മലകളിൽ നിന്ന് സംഭവം വെള്ളം കൊണ്ടുവരണേന്ന്. ऐसा बम्बू से लेके जाएगा. ഒരു കാട്ടിൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥലം കേട്ടോ. ഇത് ഷീറ്റ് പോയ്ക്കണ സ്ഥലം, അത് ഷീറ്റ് അടിക്കണ സ്ഥലം. അത്യാവശ്യം വലിയ സ്ഥലം കേട്ടോ. ഇവിടെയാണ് ഷീറ്റ് അടിക്കണത്. പിന്നെ താഴെ ഒരു അരുവി പൂണ്ടിട്ടാ, നിറച്ച് മുളകളാണ്. എവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ആ പൊന്തി നിൽക്കുന്നതൊക്കെ മുളകളാണ് കണ്ടോ. പിന്നോട്ടൊരു വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ഒരു വെള്ളം എടുക്കുക. അപ്പോൾ അത് ഞങ്ങൾ വന്നത് ഇതുപോലത്തെ വഴിയിൽ കൂടിയാണ്. ഫുള്ള് കാട് കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുക. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 2 കിലോമീറ്റർ നടന്നിട്ടാണ് ഈ ഒരു സ്ഥലം എത്തുക. അപ്പോൾ ഇവരുടെ ഓണറുടെ സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിലൂടെ ജീപ്പൊക്കെ വരുന്നുണ്ടെന്നാണ് ഇപ്പം പറഞ്ഞത്. പക്ഷേ ഈ അടുത്തൊന്നും ജീപ്പ് വന്നിട്ടില്ല എന്നും കണ്ടിട്ട് തോന്നണത്. കാരണം ജീപ്പിൻ്റെ ഒരു പാടുകളൊന്നുമില്ല ടയറിൻ്റെ. പിന്നെ ഇതാ വരുന്ന വഴിക്ക് ഇവിടെ വെള്ളം ചാറുന്നുണ്ട്. ഈ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും കേട്ടോ. അത്രയും നല്ല വെള്ളമാണ്. ഇഷ്ടംപോലെ ഇങ്ങനെ എപ്പോഴും വെള്ളം പോയിക്കൊണ്ടേയിരിക്കും ഇതിൽ. അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാം കേട്ടോ. നല്ല വെള്ളമാണേ. ഇത് കണ്ടോ, ഇതെല്ലാം കൈകൊണ്ട് അവർ കൊത്തി പണിത് നിറച്ച് ഷേപ്പാക്കി വെച്ചേക്കണ കല്ലുകളാണ് വീട് പണിക്ക് വേണ്ടിയിട്ടേ. അപ്പോൾ ഇവിടുത്തെ വീട് പണിക്കവർക്ക് ഇവർ കല്ലുകൾ മേടിക്കാൻ ഭയങ്കര കാശാണ്. അപ്പോൾ ആ കാണുന്ന പാറ കണ്ടോ നിങ്ങളുടെ ഉള്ളിൽ, ആ പാറ കുത്തി പൊളിച്ചിട്ടാണ് അവർ ഇതേപോലത്തെ കല്ലുകൾ ഉണ്ടാക്കി വെച്ചേക്കണേ. ഇഷ്ടികയുടെ വലുപ്പമല്ല, സിമെൻറ്റ് കട്ടാ, അതിൻ്റെ അത്രയും കിട്ടാ. ഇത് പക്ഷെ കരിങ്കല്ലാണ് സാധനം. നല്ല കനമാണ് ഇതിന്. അപ്പോൾ ഇത് എൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു അരുവി പൂണ്ട്. അവിടെ അവരുടെ പണിസാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ ഇത്തിരി പാടാ. അപ്പോൾ അതും കൂടെ ഞാൻ അവിടെ പോയി വീഡിയോ എടുക്കാത്തത്. പോകണമെങ്കിൽ പോകാം, പക്ഷെ ഭയങ്കര പായൽ പിടിച്ച് കിടക്കുന്നുണ്ട്. അത് അങ്ങോട്ട് പോകാത്തത്. നമ്മുടെ ചക്കന്മാർ ഇപ്പോൾ ഷീറ്റ് അടിച്ചിട്ട് ഷീറ്റ് മുളയിൽ തൂക്കിയിട്ട് വരണ്ടാവും ആ വഴി. അപ്പോൾ അവന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ അവന്മാരുടെ ഒപ്പം ഇനി പോണത്. അപ്പോൾ കൈസ ഞങ്ങൾ തിരിച്ച് ഗ്രാമത്തിലെത്തിയിട്ടാ. പിന്നെ വഴികളൊക്കെ ഭയങ്കര മോശമാട്ടോ. ഇതല്ല ഫുള്ള് ചെളി പിടിച്ച വഴികളാണ്. ഇതുപോലത്തെ വഴി കൂടെയാണ് പോണത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു സൈഡിൽ തന്നെ ഒരു 10 ഷീറ്റ് ഉണ്ടാവും. 10 അല്ല 15 ഉണ്ടാവും. 30 ഷീറ്റ് ഒരാളെടുത്താൽ 2 ആളും കൂടി 60 ഷീറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഷീറ്റ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഒരു മുളയിൽ വെച്ചിട്ട്. ഞാൻ വീട്ടിൽ സത്യം നല്ല പണി ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ പണി ചെയ്യുമ്പോൾ അങ്ങനെ വലിയ പണിയായിട്ടൊന്നും തോന്നണി. ഇവിടെ ഷീറ്റ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 15-18 കിലോ ആ റേഞ്ച് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ സോളയിൽ വെച്ചിട്ടുണ്ടോ അവിടെ. ഇതാ വേറൊരുത്തനും കൂടി ഉണ്ട് അവിടെ. ശ്രദ്ധിക്കാം. ഹലോ ഗായ്സ്, മേരെ കോപ്പി ദിഖാലോ. സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയും നാളെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിടുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോസായിട്ട് ഇനിയും കാണുന്നതായിരിക്കും.